ധനവാനായ സക്കായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം അയാളുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ അയാളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ കഥയിൽ അയാൾ പരമദരിദ്രനായി മാറും. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചതുവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരികെ കൊടുക്കാം എന്നാണ് അയാൾ പറയുന്നത്. ചതിയും വഞ്ചനയും അതിൻ്റെ പര്യായമായ ഈ ചുങ്കക്കാരൻ 4 മടങ്ങ് തിരികെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു ദരിദ്രനാകാൻ അയാളിതാ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ തീരുമാനിക്കുന്നത്? ഒന്നുമല്ല, സഹചരെ വഞ്ചിച്ചും അവരെ ചതിച്ചും അവരുടെ കണ്ണുനീരിൽ സമ്പാദിച്ചു കൂട്ടുമ്പോൾ വീടിനുള്ളിൽ സമ്പത്ത് നിറയ്ക്കാം. എന്നാൽ സഹചരുടെ കണ്ണുനീരൊപ്പാൻ അവരുടെ മുമ്പിൽ സമ്പാദ്യത്തെ തുറന്നു വയ്ക്കുമ്പോൾ, അത് പങ്കുവയ്ക്കുമ്പോൾ വീടിനുള്ളിൽ നിറയുന്നത് രക്ഷയാണ് എന്ന് അയാൾ തിരിച്ചറിയും. അങ്ങനെ ധനത്തിൻ്റെ സമ്പാദ്യത്തേക്കാൾ രക്ഷയുടെ സമ്പാദ്യത്തിൻ്റെ വില എന്താണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. രക്ഷയുടെ സമ്പാദ്യത്തിൽ ഊന്നുന്ന ഒരു ജീവിതത്തിന് നോമ്പ് കാരണമായി മാറട്ടെ.